എല്ലാവർക്കും ജോ കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കുമ്പിളപ്പമാണ്. അപ്പം ഞാനിത് തയ്യാറാക്കുന്നത് വഴനയില കൊണ്ടോ അല്ലെങ്കിൽ വാഴയില കൊണ്ടോ ഒന്നുമല്ല. പിന്നെ ഞാൻ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് അമൃതം പൊടിയാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ അമൃതം പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റവ കൊണ്ടോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി കൊണ്ടോ ഒക്കെ ഇത് തയ്യാറാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഞാനിവിടെ ചക്ക ഉപയോഗിച്ചിട്ടല്ല പഴം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ അമർത്തുകയും കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തിയാൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും അപ്പോൾ തന്നെ വീഡിയോ കാണാനും സാധിക്കും. അപ്പം നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഒരു ചൂടായ പാനിലേക്ക് ഞാനിവിടെ 1.5 കപ്പ് അമൃതം പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. അതായത് ഇതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് വറുത്തെടുത്താൽ മതി. ഇതിൻ്റെ കളറൊന്നും ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് വളരെ നൈസായിട്ടുള്ള പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് അടിയിൽ പിടിക്കും. അതുകൊണ്ട് തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇത് പിന്നെ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഞാനൊരു 50 ഗ്രാം ശർക്കരയാണ് ചേർക്കുന്നത്. ഇത് ചീകിയിട്ടാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ച് ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് തേങ്ങ. പിന്നെ ഇതിലേക്ക് ഞാനൊരു റോബസ്റ്റ പഴമാണ് ചേർക്കുന്നത്. പിരിപ്പിനി പഴം എന്നിവിടെ പറയും. അത് ഞാൻ ഫോർക്ക് കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മിക്സിയിൽ വേണമെങ്കിലും അടിച്ചെടുക്കാം. ഞാൻ പിന്നെ ഒരു പഴം ഉള്ളത് കൊണ്ട് അങ്ങനെ ചെയ്തതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിലേക്ക് പാളയംകോടൻ പഴം ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ചക്കപ്പഴം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചക്കപ്പഴം വേണമെങ്കിലും ചേർക്കാം. ഇനി ഇത് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. നിങ്ങൾ ചക്കപ്പഴം ചേർക്കുന്നുണ്ടെങ്കിൽ അത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചതിന് ശേഷം ശർക്കരയും ചക്കപ്പഴവും കൂടെ നന്നായിട്ട് വഴറ്റിയിട്ട് വേണം പൊടിയിട്ടിട്ട് ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ജീരകപ്പൊടിയും കൂടെ ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടിത് കുഴച്ചെടുക്കുക. ഇതിപ്പോൾ ഞാൻ കുറച്ച് കട്ടിയിലാണ് കുഴക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ഇതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ബട്ടർ പേപ്പറാണ്. നമ്മൾ കേക്കിൻ്റെ ടിന്നിൻ്റെ താഴെയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എടുക്കില്ലേ, ആ ബട്ടർ പേപ്പറാണ്. അത് ഈ ഒരു നീളത്തിലും വീതിയിലൊന്ന് മുറിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക. നമ്മൾ കടലേക്ക് പൊതിഞ്ഞ് കിട്ടില്ല, അതുപോലെ ഒന്ന് ചുരുട്ടുക. അതിലേക്ക് നമുക്ക് ഈ മാവൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ മാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ വെള്ളം കൂടിപ്പോയാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഓട്ട വഴി ഈ മാവ് താഴോട്ട് ഇറങ്ങിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി കട്ടിയിലെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഉള്ളിലേക്കൊന്ന് പ്രസ് ചെയ്ത് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് തള്ളി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള ഷേപ്പിൽ വരില്ല. പിന്നെ അവിടെ എവിടെയും ഗ്യാപ്പ് ഉണ്ടാകും. ഇനി നമുക്കിതുകൊണ്ട് ഇതിൻ്റെ മുകളിലത്തെ അറ്റം കൊണ്ട് ഇതൊന്ന് മടക്കി കൊടുക്കാം. ഞാൻ അപ്പച്ചെമ്പ് വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പച്ചെമ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കുമ്പിളില ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അത് കിട്ടാത്തവർക്ക് വാഴയില യൂസ് ചെയ്യാം. അപ്പോൾ അത് രണ്ടും കിട്ടാത്തവർക്ക് ഇപ്പോൾ നമുക്ക് ഗൾഫിലുള്ളവർക്കൊക്കെ അങ്ങനെ കിട്ടാനുള്ള സാധ്യതയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കാണിക്കുന്നത്. ഇപ്പോൾ നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഒരു 15-20 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഈ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ഇത് വെന്തിട്ടുമുണ്ട്. അപ്പോൾ അതിനെ ഇച്ചിരി ചൂടാറിയതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാൻ വെക്കാം. കണ്ടോ, നല്ല പെർഫെക്റ്റായിട്ട് നല്ല ഷേപ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാകും. അപ്പോൾ അമൃതം പൊടി കഴിക്കാത്ത പിള്ളേർക്ക് നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.